നമസ്കാരം മേഡം. ആരാ നിങ്ങള്? ചേട്ടന്റെ ആളുകളാ. എന്റെ ചേട്ടന്റെ ആളുകളോ? അല്ല, ഞാൻ പറഞ്ഞ എന്റെ ചേട്ടന്റെ കാര്യം. നിങ്ങളുടെ ചേട്ടൻ ആരാ? ഹലോ, അധികം സംസാരിക്കാതെ അവനെ അങ്ങ് കൊന്നുകളഞ്ഞേക്ക്. ഇവിടെ സെന്റിമെന്റ്സ് ഒന്നും നോക്കണ്ട. ഞാനിപ്പോ ബിസിയാ, നീ ഫോൺ വെച്ചിട്ട് പോടാ. നമസ്കാരം. ഓ, നിങ്ങളായിരുന്നോ? ഞാൻ തന്നെ. നിങ്ങള് ഈ റൗഡി തരം ഇതുവരെ വിട്ടില്ലേ? അതങ്ങനെ വിടാൻ പറ്റില്ല. ഒരു തവണ വന്നു കഴിഞ്ഞാ പിന്നെ ഒരിക്കലും മാറില്ല. ശരി, ഇവിടെ എന്തിനാ വന്നേ? നിങ്ങളെ കാണാൻ വേണ്ടി. എന്നെയോ? ആ. എന്തിന്? നിങ്ങൾ ഡാൻസ് നന്നായിട്ടുണ്ട്, അതുകൊണ്ടാ. ഡാൻസ് അല്ല ഞാൻ ചെയ്തത്, ഡാൻസ് അല്ല, എയറോബിക്. ഇനിയെങ്ങാനും ഭരതനാട്യം ആവോ? ഒരുപക്ഷെ ബ്രേക്ക് ഇതുപോലെ ആയിരിക്കും. ഇതുപോലെ ഡാൻസ് പഠിക്കണമെന്നേ എന്റെ ചേട്ടന് വലിയ ആഗ്രഹം. നിങ്ങൾക്ക് എയറോബിക് പഠിക്കണമെന്നോ? എന്താ, ഞങ്ങളെ കൊണ്ട് പറ്റില്ലേ? പറ്റും, പക്ഷേ ഈ ബാച്ച് ഫുള്ളായി. അടുത്ത ബാച്ചിൽ ചേരാം. അതുവരെ കഥക്കാൻ പറ്റില്ല. ഈ ബാച്ചിലുള്ളവരെ പറഞ്ഞു വിട്ടിട്ടേ എന്റെ ചേട്ടൻ ചേർത്താ പോരെ? കറക്റ്റ് ചെയ്യുന്നതിന് ഇതെന്താ സൈഡ് ബട്ടൺ ആണോ? നെക്സ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതൊന്നും പറ്റില്ല. ഏയ്, മിണ്ടായിരിക്കടാ. അവര് പറഞ്ഞോണ്ടിരിക്കല്ലേ, ആദ്യം ഒന്ന് കേക്ക്. ഞാൻ നെക്സ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്തോളാം. ഓക്കെ. അല്ല, ഒരു മിനിറ്റ്. ഇത് വാങ്ങിക്കോളൂ. എന്തിന്? നിങ്ങളുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നതിന്. ഫ്രണ്ടോ? ഞാൻ സിദ്ധു. നിങ്ങള്? ശരി. ചെറുമിയാ? ഇനിയെങ്ങാനും ചെല്ലമ്മന്നായിരിക്കോ? ഉണ്ടായിരിക്കടാ, നന്നായിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ചെറിയെന്ന് വിളിച്ചോട്ടെ? ചെറി ചെറി നന്നായിട്ടുണ്ടല്ലേ? ചേട്ടൻ പറഞ്ഞ അടിപൊളിയല്ലേ? ചെറി. ഓ മൈ ചെറി. സുഖമായിട്ടിരിക്കുന്നോ? നോക്കിയേ, ആദ്യം നിങ്ങൾ വന്നത് പേഷ്യന്റ് ആയിട്ടാ. അതിനുശേഷം നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ആയി. ഇപ്പോ നിങ്ങളുടെ അനിയൻ എന്റെ അനിയത്തെ കല്യാണം കഴിച്ച് ഇപ്പൊ നമ്മൾ തമ്മിൽ ബന്ധുക്കളാവാൻ പോവാ. ആദ്യം ഞാനല്ലേ എടുക്കണ്ടത്? കാപ്പി കുടിക്കണമെന്നുണ്ടോ? കുടിക്കാൻ പാടില്ല. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളും ഞങ്ങളോട് മലേഷ്യയിലേക്ക് വന്നു. എന്തിനൂടെ ഒറ്റ കഴിയുന്നു? അയ്യോ, നിങ്ങൾ വെറുതെ നല്ല തമാശയാണല്ലോ. എറണാകുളത്ത് എന്നെ വിശ്വസിച്ച് ഒരുപാട് പേഷ്യന്റ് ഉണ്ട്. അവരൊക്കെ ഞാൻ പറയുന്നതേ ചെയ്യാറുള്ളൂ. മലേഷ്യയിൽ നമ്മളെ ആര് നോക്കാനാ? അവിടെ മനുഷ്യര് പാമ്പിനെയൊക്കെ തിന്നൊന്നും പറയുന്നത് ശരിയാണോ? ഇല്ലില്ല, അവിടെ ഒന്നും ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ സുഖമായിട്ട് ജീവിച്ചോളാം. ഡോക്ടർ, മോളുടെ പുറകിലുള്ളതാരാ? ആ ചെറുക്കനെ? ഓ, അവനോ? അവന്റെ പേര് പ്രേം. അനീതിയുടെ ബോഡിഗാർഡാ. ബോഡിഗാർഡോ? അതെ 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 അതെ. പ്രശ്നങ്ങളൊന്നുമില്ല, പേടിക്കണ്ട. എറണാകുളത്ത് എന്നെ പോലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ കൊല്ലും കൊലയും നല്ലതും ചീത്തയും എല്ലാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് അനീതിനെ നോക്കി നടക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല. 24 മണിക്കൂർ എനിക്ക് ജോലിയല്ലേ. അവൻ നല്ല ചെറുക്കനാ. എന്റെ വീടിന്റെ തൊട്ടടുത്താ താമസിച്ചത്. അടുത്ത വീട്ടിലുള്ളവൻ നമ്മുടെ വീടിനകത്ത് തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. വാങ്ങിച്ചോളൂ, ട്രൈ ചെയ്ത് നോക്കൂ. കഴിക്കുന്നേ. നിങ്ങളെ സൈലന്റ് സോഫ്റ്റ് ആയ ഒരാളല്ലേ? താങ്ക് യു. നിങ്ങളെ കാണാനേ വളരെ ഹാൻഡ്സം ആണല്ലോ. താങ്ക് യു സോ മച്ച്. നിങ്ങളെ പോലത്തെ പയ്യന്മാരൊക്കെ ഇങ്ങനെ മുടിയൊക്കെ വളർത്തു? എനിക്ക് ഒന്നും വളരില്ലെന്നേ. ഓ, കള്ള പറഞ്ഞേക്കട്ടെ. എന്താ? നിങ്ങള് ചാർമിയെ കല്യാണം കഴിച്ചല്ലേ വലിയ പ്രശ്നത്തിൽ പെടാൻ പോവാ. അങ്ങനെയാണോ? ചെന്നൈയിലുള്ളൊരു ചെക്കനെ ചാർമിയെ സീരിയസ് ആയിട്ട് പ്രേമിക്കുവാന്നേ. ശരിയാണോ? ആ പയ്യനെ ചേട്ടനെ ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തിയെന്നേ. ഇവളെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുത്താലേ ആ ചെക്കനെ തട്ടിക്കളയോര്. എന്താടാ ആ നിൽക്കുന്ന ബോഡിഗാർഡില്ലേ, എന്നോട് എല്ലാ കാര്യം പറഞ്ഞു. എന്താ കാര്യടാ? എല്ലാ കാര്യം പറഞ്ഞെടുത്തി. മണ്ട, നിന്റെ ബോധവും ബുദ്ധിയൊക്കെ പോയോ? ആ കാര്യം പറയേണ്ടത് നിന്നോട് പറഞ്ഞതല്ലേ. എന്താ പ്രശ്നം? വേറൊന്നുമല്ല, ഇവനല്ലേ, ഇവനെല്ലാം പറഞ്ഞു ഉറച്ചിട്ടുണ്ടാവും. ഡോക്ടർ, ഇവരെന്തിനാ വഴക്ക് പറയുന്നേ? ഇവരൊന്നും പറഞ്ഞിട്ടില്ല. ആണോ? അങ്ങനെയാണെങ്കിൽ വേറെന്തെങ്കിലും പറഞ്ഞോ? ചെറി വളരെ നല്ലൊരു പെൺകുട്ടിയാണ്, നന്നായി എയറോബിക്സ് പഠിപ്പിച്ചിരുന്ന പറഞ്ഞേ. അല്ലേ സാറേ? എന്താ കഥ ഇങ്ങനെയൊക്കെ പോകുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ല. പ്രേമേ, സോറിടാ, വെരി വെരി സോറി. നിങ്ങൾ എന്തിനാ ഇത്ര ടെൻഷനാവുന്നേ? വാ ഡോക്ടറെ, ഒരു കാര്യം പറയട്ടെ. ഇവനോട് എന്ത് എനിക്ക് പറയാം. എങ്ങനെയുണ്ട്? എല്ലാവരും ഞെട്ടിപ്പോയില്ലേ? നീ എറണാകുളം ദാതയാണെങ്കിൽ ഞാൻ മലേഷ്യൻ ഡോണാ. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ മലേഷ്യ ഡോണും ഞാനൊരു പാഴ്ചക്കനും അല്ലേ?
എന്താടാ നിന്റെയൊക്കെ പ്രശ്നം? പാതിരാത്രി എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നേക്കാണോടാ? നീയൊന്നും എനിക്ക് സമാധാനം തരില്ലടാ. ഉറങ്ങാനും സമ്മതിക്കാതെ റൗഡികളാണെന്ന് വെച്ച് ചുമ്മാതെ മിണ്ടാതിരുന്നപ്പോ ടോർച്ചറിങ് വളരെ കൂടുതലായിട്ടുണ്ട് ഇപ്പൊ. നോക്കൂ ഡോക്ടർ, ചേട്ടനെ എതിർത്ത് സംസാരിക്കുന്നുണ്ടല്ലോ. അതെ, നിങ്ങളുടെ ശരീരം എങ്ങനെയുണ്ട്? ഡോക്ടറല്ലേ, പേഷ്യന്റ് എപ്പോ വന്നാലും ട്രീറ്റ്മെന്റ് Treatment കൊടുക്കണം. മനസ്സിലായോ? ട്രീറ്റ്മെന്റോ? ആ. ആർക്ക് കൊടുക്കണമെന്ന്? ഞാൻ ട്രീറ്റ്മെന്റും ചെയ്തില്ല, ഒന്നും തരത്തില്ല. നിങ്ങള് വേറെ ആളെ പോയി കാണും. നിനക്ക് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ. ഡോക്ടർ, ദയവ് ഇതെന്നെ രക്ഷിക്കണം. എന്നെ ആ പെണ്ണിനെ ഒന്നാക്കണം ഡോക്ടർ. ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രണയം സംരക്ഷിക്കണം ഡോക്ടർ. പ്ലീസ് ഡോക്ടർ, പ്ലീസ് പ്ലീസ് ഡോക്ടർ. ഞങ്ങളുടെ ചേട്ടൻ ഇതുവരെ ആരുടെ മുന്നിൽ ഇങ്ങനെ കൈ കൂപ്പിയിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അവരെ രക്ഷിക്കണം ഡോക്ടർ. മിണ്ടാതിരടാ. ഓടി വന്നിട്ട് രക്ഷപ്പെടുത്താൻ പറഞ്ഞ ഞാൻ ദൈവമാണോ? ഡോക്ടർ, എന്നെ സംബന്ധിച്ച് നിങ്ങളാ ദൈവം. നിങ്ങൾ പറഞ്ഞ പോലെ പെണ്ണിനോട് ഫ്രണ്ട്ഷിപ്പ് വെച്ചിരുന്നു. പക്ഷെ എന്റെ പ്രണയം പറയാൻ വേണ്ടി എനിക്ക് പേടിയാ. എന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളത് എനിക്ക് എഴുതി തന്നാൽ മതി, ഞാനത് അവൾക്ക് കൊടുത്തോളാം. വേണ്ട, അങ്ങനെ എന്തെങ്കിലും നീ ചെയ്താ ആ പെണ്ണ് ഉറപ്പായിട്ട് നിന്നെ പ്രേമിക്കത്തില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ ഡോക്ടറാണ്. ഞാൻ എഴുതുന്ന ഹാൻഡ് റൈറ്റിംഗ് ആർക്കും മനസ്സിലാവത്തില്ല. മെഡിക്കൽ ഷോപ്പിലുള്ള ആൾക്കാർ പോലും വിഷമിച്ചു പോവുക. അങ്ങനെയാണെങ്കിൽ ആ പാവപ്പെട്ട പെൺകുട്ടിക്ക് എങ്ങനെ മനസ്സിലാവും? നീ പറ. അങ്ങനെ പറഞ്ഞ എന്റെ പ്രണയം ഞാൻ എങ്ങനെ പറയും ഡോക്ടർ? ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് വല്ലതും നിനക്കറിയാവോ? അറിയാം. എന്താ? അവളുടെ പേര് ചെറി. ആ പെൺകുട്ടിക്ക് അച്ഛൻ, അമ്മ, ആങ്ങളമാരാരെങ്കിലും ഉണ്ടോ? ആരുണ്ടെങ്കിലും എനിക്കെന്താ? ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. അവളെ എനിക്ക് കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. നിങ്ങള് പ്രേമിക്കുന്ന വിഷയത്തിൽ വളരെ വീക്കാ. ഞാൻ പോയി പെണ്ണിനോട് ചോദിച്ചിട്ട് വരാം. എടാ, നീ ചോദിച്ച എല്ലാ കാര്യം അവള് പറയാൻ പോവല്ലേ? പറയില്ലേ? ആഹാ, അവള് സത്യമൊന്നും പറയില്ല. ചേട്ടൻ ചോദിച്ചാൽ അവള് പറയില്ലെന്നാണോ? കീപ് ക്വയറ്റ് പീപ്പിൾ. ചേട്ടൻ ചോദിച്ചാലും പറയാൻ പോകുന്നില്ല, വെറുതെ ചോദിച്ചാലും പറയാൻ പോകുന്നില്ല. ഇതൊക്കെ നമ്മൾ തന്നെ തെരഞ്ഞു കണ്ടുപിടിക്കണം. നിനക്ക് സിനിമ കാണുന്ന ഇല്ല, ഇല്ല. ഏയ്, ചേട്ടന് റീല് ചുറ്റുന്ന പണിയൊന്നും തീരെ ഇഷ്ടമല്ലടാ. എന്തായാലും റിയലാ. അതുകൊണ്ട് പടത്തിന് പോലും ഞങ്ങൾ പോവാറില്ല. നീ അങ്ങനെയൊന്നും പറഞ്ഞു കയറി പോവല്ലേ. നീ നാളെ മുതൽ ഒരു കാര്യം ചെയ്യേണ്ടി വരും. എന്താ? റൊമാൻറ്റിക്കുമായി ബന്ധപ്പെട്ട എല്ലാ സിനിമകളും നീ ഇരുന്ന് കാണണം. അത് നീ നാളെ തന്നെ കാണുകയും വേണം. അതിലെ ഹീറോയും ഹീറോയിനും എങ്ങനെയാണ് ഇടപഴകുന്നത് നീ കണ്ട് മനസ്സിലാക്കുകയും വേണം. എന്നിട്ട് അതെല്ലാം നോട്ട് ചെയ്യണം. അതിലേതാണോ ബെസ്റ്റ് എന്ന് തോന്നുന്നത് അതിൽ സെലക്ട് ചെയ്തിട്ട് അതുപോലെ നീ അവളുടെ മുമ്പിൽ ചെന്ന് ഇടപഴകി ബിഹേവ് ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പൊ തന്നെ ലവ് സക്സസ് ആയിക്കോളും. കാര്യം നിസ്സാരം. അത്രേ ഉള്ളൂ. പിന്നല്ലേ? ഡോക്ടർ, സോറി, ഇത് ട്രീറ്റ്മെന്റ് ആണോ അതോ പണിഷ്മെന്റ് ആണോ? ചേട്ടൻ ഉള്ളിൽ പോയതിനു ശേഷം ഞങ്ങൾക്ക് പുറത്തിപ്പോ ഒരു വിലയില്ല ചേട്ടാ. ആ സിദ്ധു ഉണ്ടല്ലോ, ടൈം കിട്ടുമ്പോഴെല്ലാം എന്റെ മേലെയും ഞങ്ങളുടെ ഗാങ്ങിന്റെ മേലെയും അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളെല്ലാവരും ഇപ്പൊ ഒളിച്ചാ ജീവിക്കുന്നത്. സിദ്ധു 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 അവൻ എപ്പോഴും നമുക്ക് പ്രശ്നം തന്നെയാ. അതെ, അവനെ കൊല്ലാനുള്ള ഒരു ഐഡിയ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പറയട്ടെ. എല്ലാ വ്യാഴാഴ്ച അവൻ സായിബാബയുടെ അമ്പലത്തിൽ വരാറുണ്ട്. സ്വാമിനെ തൊഴാറുമുണ്ട്. കൃത്യസമയം നോക്കി അവനിങ്ങ് കൊന്നുകളഞ്ഞേക്ക്. ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അവൻ ജീവനോട് ഉണ്ടാവരുത്. മനസ്സിലായോ? ശരി ചേട്ടാ, പോയിട്ട് വരാം. ഡോക്ടർ, നീയോ? ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി വഴി മാറാവോ? ഒരു മിനിറ്റ് നിക്ക് ഡോക്ടർ. ഇവിടെ നിൽക്കുമല്ലേ? എന്താ പ്രശ്നം? എനിക്ക് നല്ല സുഖമില്ല. എന്താ നോക്കൂ. ഇവിടെ വന്നിട്ട് കാര്യമില്ല, ക്ലിനിക്ക് വാ, അവിടെ വെച്ച് നോക്കാം. ക്ലിനിക്കിലേക്കോ? ഡോക്ടർ ഇഞ്ചക്ഷൻ ചെയ്ത? ഞാൻ ഇഞ്ചക്ഷൻ കൊടുക്കാറില്ല, ടോണിക്കാണ് കൊടുക്കാറുള്ളത്. One, two, three, four, five, six, seven, eight. 1, 2. എപ്പോ വന്നു ഡോക്ടർ? ജസ്റ്റ് ഇപ്പൊ വന്നതേ ഉള്ളൂ. ഹായ് മോളെ. ഹായ് ഏട്ടാ. ഏട്ടൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ? വളരെ അർജന്റ് ആയിട്ട് നിന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. അത്രേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് മുമ്പാ ആ. നിങ്ങളെ പറ്റി സംസാരിച്ചോണ്ടിരുന്നത്. സംസാരിച്ച് തീരുന്നതിന് മുമ്പേ സാറിഞ്ഞ് എത്തിയല്ലോ.
ഞാൻ എപ്പോഴും ഇവളെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ. ഇവളും അങ്ങനെ തന്നെ എപ്പോഴും സാറിന്റെ ചിന്തയേ ഉള്ളൂ. മോളെ, നിന്റെ അടുത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താ അതെ, അത്? എന്റെ ഫ്രണ്ട് മലേഷ്യക്കാരനില്ലേ, അവന് വളരെ അർജന്റായിട്ട് മലേഷ്യക്ക് പോകണം. അതുകൊണ്ട് നാളെ എൻഗേജ്മെന്റ് നടത്താന്നാ പറയുന്നേ. ഞാൻ തിരുമേനിയെ വിളിച്ചപ്പോ 3 മാസത്തേക്ക് നല്ലൊരു മുഹൂർത്തം ഇല്ലാന്നാ പറയുന്നത്. എന്നിരുന്നാലും നാളെ ഒരൊറ്റ ദിവസം നല്ല മുഹൂർത്തം ഉള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് നാളത്തെ എൻഗേജ്മെന്റ് ഫിക്സ്. ഫിക്സോ? ഫിക്സ്. ഇത്ര പെട്ടെന്നോ? പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ നിനക്ക് സങ്കടം ഉണ്ടാവും അറിയാം അല്ലേ പ്രേം? ഒന്നുമില്ല, ഇപ്പോ ഞാൻ വെറുതെ. ഇതിനെപ്പറ്റി സംസാരിക്കാൻ തീരെ സമയമില്ല. അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് പോകാം. വാ 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 വാ, വാ വാ. ചേട്ടാ അല്ല, നീ ഇതെവിടേക്കാ? ഷോപ്പിങ്ങിന്. ഏയ്, ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി ഡോർ ലോക്ക് ചെയ്തിട്ട് അങ്ങോട്ട് വന്നാ മതി. ആ വാ 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 വാ. ഇതിനൊന്നും ഒരു കുറവുമില്ല. വലിയ സ്വത്തുണ്ടാക്കി വെച്ചിട്ട് ഉണ്ട്. എന്റെ പൊന്നു മോളെ, ഒട്ടും ചേട്ടാ, സമയമില്ല. നീ please. വേഗം വാ വാ, വേഗം വാ. ആ, ഇനി ഒരു പണി കൊടുക്കാം. വാ 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 വാ, വേഗം കയറ്. ഏതോ പ്രൈവറ്റ് നമ്പറാണെന്ന് തോന്നുന്നേ. ഏതോ VVIP ആണെന്ന് തോന്നുന്നു. ഹലോ, ആരാ? ഡോക്ടർ, ഞാൻ പറയുന്നൊന്നും തലയിലേക്ക് കേറിയില്ലല്ലേ? നാളെ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്തില്ലെങ്കിലും ഉണ്ടല്ലോ, എന്താന്ന് ഞാൻ പറയണ്ടല്ലോ, പണി അങ്ങ് തരും ഞാൻ. നീയോ? നാളെ എൻഗേജ്മെന്റ് നടക്കുന്ന നിനക്ക് എങ്ങനെയാണ് അറിയുന്നത്? അവിടെ നടക്കുന്ന എല്ലാം ഞാൻ അറിയുന്നുണ്ട്. എൻഗേജ്മെന്റ് എങ്ങാനും നടത്താനുള്ള പ്ലാൻ ആണെങ്കിൽ ഞാൻ പറയണ്ടല്ലോ, അവിടെ വന്ന് എന്റെ പെണ്ണിനെ ഞാൻ തട്ടിക്കൊണ്ടുപോകും. ഡാ, നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന എനിക്ക് നേരത്തെ അറിയായിരുന്നടാ. അത് അറിഞ്ഞുകൊണ്ടാടാ എന്റെ അനീതിക്ക് ഒരു ബോഡി ഗാർഡിനെ വെച്ചത്. നീ എന്റെ അനീതിയുടെ അടുത്ത് എങ്ങനെ വന്നാലുണ്ടല്ലോ, അവൻ നിന്നെ ഫുട്ബോൾ പോലെ എടുത്തിട്ട് തട്ടൂടാ. അവൻ ഫുട്ബോൾ പ്ലെയർ ആണെങ്കിലേ ഞാൻ കട്ടിംഗ് പ്ലെയറാ. കട്ട് ചെയ്ത് ഞാൻ കാറ്റഴിച്ചിടും കേട്ടോ. അവസാനം വല്ല മൂലയ്ക്ക് മാറിയിരുന്ന് കരഞ്ഞോണ്ടിരിക്കേണ്ടി വരും. അവൻ ഫോൺ ചെയ്ത് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നു. നമ്മൾ പ്രേമിന്റെ അടുത്ത് കാര്യം പറഞ്ഞാൽ അവൻ ആളെ കൂട്ടി വന്ന് തല്ലിക്കോളും. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് വരാം. ചേട്ടൻ എവിടെ നിൽക്കുക? ഞാൻ പോയി എടാ, വിളിച്ചോണ്ട് നീ എന്റെ ബോഡി ഗാർഡിനെ ഇതുവരെ കണ്ടിട്ടില്ല. അവനെ ചേട്ടാ. നേരിട്ട് കാണുമ്പോൾ നിനക്കറിയാം അവന്റെ കരുത്തെന്താന്നുള്ള കാര്യം. ധൈര്യം കൊണ്ട് എന്നെ മുമ്പിൽ വന്ന് സംസാരിക്കടോ. എന്നെ ഇടിക്കാൻ ബോഡി ഗാർഡോ? ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. ഡോക്ടർ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആ ബോഡി ഗാർഡിനെ കൂട്ടിക്കൊണ്ടുപോവാ. അവന്റെ പാൻറ്റൂരി അണ്ടർവെയർ ഇടിച്ച് അവനെ ഓടിച്ചില്ലെങ്കിലുണ്ടല്ലോ, എന്റെ പേര് എന്താടാ നിന്റെ പേര്? അതാണ് സസ്പെൻസ്. സാർ നിങ്ങളെപ്പോഴാ ഇവിടെ? ഞാൻ ഇതൊക്കെ അടുക്കി പെറുക്കി വെക്കായിരുന്നു. എടാ, ചീറ്റ് ചെയ്യുന്നവൻ, ഫ്രോഡ്, നാണമില്ലാത്തവൻ, കുരുത്തം കെട്ടവൻ. നീ ഇങ്ങനെ കാണിക്കുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. പ്രേം, നിനക്ക് എങ്ങനെ ഇങ്ങനെ തോന്നി എന്റെ ചേട്ടനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? എന്തൊരു മനുഷ്യനാ നീ? മാപ്പ് ചോദിക്കാൻ. കൈ നീട്ടണം. നിന്റെ തല വിട്ട് തന്നിട്ട് ഫുട്ബോൾ ഞാൻ കളിച്ചാലും ഞാൻ നിന്നോട് ക്ഷമിക്കില്ലടാ. ഇറങ്ങിപ്പോടാം, ഇറങ്ങിപ്പോവാൻ. ഇനി ഒരു അക്ഷരം നീ ഇവിടെ മിണ്ടി പോരുത്. ഇറങ്ങിപ്പോടാം. ചേട്ടാ. പോകാനാ പറഞ്ഞു.